ഒരു ദിവസം പറയണ്ട എഴുതിയാ മതി. ക്ലൂ ഒന്നും വേണ്ട, അങ്ങ് എഴുതുക. നോക്കട്ടെ രണ്ടുപേരും കറക്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. അത് തന്നെ. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോ ചില ആൾക്കാർക്കുണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഒരേ ഒരു സാധനം എന്ത് സംസാരിച്ചാലും അവര് പറയുന്നുണ്ടോ ഇല്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് എഴുത്. നമുക്ക് പനിഷ്മെന്റ് ഉണ്ടെന്ന് വിഷമിക്കേണ്ട. നമുക്ക് തുടങ്ങുമ്പോ തന്നെ പനിഷ്മെന്റിലേക്ക് പോവാം. അത്രേ ഉള്ളൂ. റെഡി? ഓക്കെ, രണ്ടുപേരും ടേൺ ചെയ്തോ. നമുക്ക് നോക്കാം എന്താണ് ആൻസർ എഴുതിയിരിക്കുന്നത്. ഒന്നുമില്ലെന്ന്. ഫ്രീക്വന്റ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആണോ? നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ ഒരു സംഭവമില്ല. എനിക്ക് തിരിച്ചായിരുന്നു ക്വസ്റ്റനെങ്കിൽ ചിലപ്പോ എന്താ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതെന്താ ഞാൻ ഓർക്കാൻ കാരണം അറിയോ? ഞാനിങ്ങനെ ചില സിറ്റുവേഷനില് ഇപ്പൊ പിള്ളേരെന്തെങ്കിലും കാര്യങ്ങളും മറ്റേ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയല്ലോ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറെ നാളെ ഇത് തിരിച്ചിങ്ങടെ അടിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയത്. അത് നമ്മുടെ ചില സാധനങ്ങൾ അങ്ങനെ കിട്ടും. അത് ശരിയാ. ചില ആൾക്കാർക്കുണ്ട്. ചില ആൾക്കാർക്ക് ഓക്കെ എന്ത് പറഞ്ഞാലും ഓക്കെ ഓക്കെ ഓക്കെ. ചിലര് മനസ്സിലായില്ലേ ഞാൻ പറയുന്ന കാര്യമാണ്. ചില ആൾക്കാർ ഒരുപാട് സംസാരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാക്കുകളും നമുക്കിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നില്ല, ബോറടിക്കില്ല. ഇപ്പൊ നവാസ്ക എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ കിടക്കുന്ന ചില സാധനം ഞാൻ പറയുമ്പോ എനിക്ക് അത് ഓർത്ത് വെക്കണം എന്നില്ല. അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കാണല്ലോ ഒരു ബോറിംഗ് ആയിട്ട് തോന്നുക. ഇപ്പൊ ശരിക്കും ഇവിടെ പനിഷ്മെന്റ് കൊടുക്കേണ്ടത് രഹനയ്ക്കായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ നിൽക്കുന്ന പനിഷ്മെന്റ് വന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോ നവാസിക്ക് അത് ഏറ്റെടുത്തോളൂ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഷോയുടെ പേരെന്ന് പറയുന്നത് സുന്ദരി നീയും സുന്ദരം ഞാനുമാണ്. ഓക്കെ, അപ്പൊ നവാസിക്ക രഹനനെ നോക്കിയിട്ട് അത് അങ്ങ് പറയണം. സുന്ദരി നീയും സുന്ദരൻ ഞാനും. പാട്ട് പാടിയിട്ട് ആ പാട്ടങ്ങ് പാടിയാ പോരെ? പാട്ടങ്ങ് പാടിയാ മതി. രഹനനെ നോക്കണം കേട്ടോ. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൾ പെരുന്നാള്. ഇത് പാടാറുണ്ടോ വീട്ടിലിടയ്ക്കെങ്കിലും? അല്ലേ? ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് നമ്മുടെ പണി ജോലി അതല്ലേ. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി നോക്കട്ടെ. പനിഷ്മെന്റ് കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ രഹനയ്ക്കായിരിക്കും കേട്ടോ അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. രഹനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം. രഹനയുടെ ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം. രണ്ടുപേരും എഴുതണം. അതെന്താണെന്ന് രഹന ഇടയ്ക്കിടയ്ക്കും പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതെന്താണെന്നാണ് നവാസിക്ക് തോന്നുന്നത്. രഹനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് രഹന ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. എന്റെ ഭാഗ്യാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമ്മളിടയ്ക്ക് പറയില്ലേ? അതെന്തെന്നാണ്? നവാസിക്കിന്റെ കല്യാണം കഴിച്ചതാണോ? എന്താണ്? അതങ്ങ് എഴുതിക്കോളുക. രഹന എഴുതി കഴിഞ്ഞു രഹനയുടെ ഭാഗ്യം എന്താണെന്ന്. കുറച്ച് വലുപ്പത്തിൽ എഴുതണേ. പൊരുത്തമുള്ളവര് പൊരുത്തില്ലാതെ പൊരുത്തില്ലാത്തവര് ഇവിടെ പൊരുത്തമായിട്ട് പോവും. എന്താണ് നവാസിക്ക എഴുതിയത്? ഞങ്ങൾ ഒരുമിച്ചത്. നവാസ്ക. അപ്പൊ കറക്റ്റ് തന്നെ. അപ്പൊ അങ്ങനെയാണ്. ചോദിക്കട്ടെ രഹനയുടെ അടുത്ത്, നവാസ്കയുടെ അടുത്ത് ഏറ്റവും ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയാ ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നണേ? ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും. പെട്ടെന്നൊന്നും ദേഷ്യമൊന്നും വരില്ല. ഭയങ്കര കൂളാണ്. അപ്പൊ വീട്ടിലെപ്പോഴും ഒരു സമാധാനപരമായ അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ പിന്നെയും ചുണ്ടി എടുക്കുന്നത് രഹനയാണോ? അല്ല, അത് അങ്ങനെയല്ല. ഇത് വരാറില്ല. അതന്നെ ഞാൻ പറഞ്ഞു. അതായത് ഞാൻ ദേഷ്യപ്പെടാതിന്റെ കാര്യം, എനിക്ക് ഒരു കാര്യം എന്റെ അടുത്തേക്ക് വരാറില്ല. കുട്ടികൾ മുഴുവൻ പോണത് ഞാൻ അടുത്തേക്കാണല്ലോ. അതായത് അവർ ക്ലാസ് കഴിഞ്ഞ് വന്ന് പഠിപ്പിക്കുന്നത്, അവരുടെ മറ്റുള്ള സംഭവങ്ങൾ, സ്കൂളിൽ എന്തെങ്കിലും വിഷയം അത് സോൾവ് ചെയ്യണത്, അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടു എന്നെ കൊണ്ട് ഉള്ള ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാം ഇരിക്കുന്ന ആള് ഓക്കെ മക്കളെ എന്ന് പറഞ്ഞിരിക്കില്ലല്ലോ. കാരണം അവരുടെ പ്രായത്തിൽ അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അവര് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തായിരിക്കാം. അപ്പൊ എനിക്ക് ഭയങ്കര കൂളായിട്ട്. അപ്പൊ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ എന്തെങ്കിലും പെടേണ്ടതിന്റെ ആവശ്യം എന്താ? ഓക്കെ, അപ്പൊ നവാസിക്ക അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ നവാസിക്കയുടെ?
നവാസ്ക എല്ലാ കാര്യവും അക്സെപ്റ്റ് ചെയ്യും വേണം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണും, ഒരു വിഷമത്തിലേക്ക് പോകില്ല. അപ്പം അതെനിക്കൊരു നെഗറ്റീവായിട്ടും തോന്നാറുണ്ട്, പോസിറ്റീവായിട്ടും തോന്നാറുണ്ട്. കാര്യം ചില കാര്യങ്ങൾ നമ്മൾ വിഷമിക്കണമല്ലോ, അത് അങ്ങനെയല്ല. അതെന്താ വിഷമിക്കാത്തതിനോ? അത് നല്ലതായിട്ടേ കാണുള്ളൂ. ഇനി നമ്മള് വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണെന്ന് അറിയില്ല. ഓക്കെ, നേരെ തിരിച്ചു ചോദിച്ചാലോ നവാസിക്ക് രഹനയുടെ എന്താ തോന്നണത്? പ്ലസും മൈനസും എന്താ? പെട്ടെന്ന് പറഞ്ഞു. നല്ല കുറ്റം എഴുതി വെച്ചു. അയ്യോ, നോക്കട്ടെ രഹനയുടെ ഏറ്റവും നല്ല പ്ലസ് കാര്യം എന്താ? രഹനയുടെ പ്ലസ് കാര്യം എന്ന് പറഞ്ഞാല് എത്ര തിരക്കിലാണെങ്കിലും ഇപ്പൊ നമുക്ക് ഭയങ്കര ടയർഡാന്ന് വിചാരിക്കും, നമ്മള് ഭയങ്കര ടയർഡാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പുറത്ത് പോയി വന്നു, അതിലിപ്പോൾ ഇന്നിപ്പോൾ ചെയ്യേണ്ടത് എന്തെങ്കിലും മാറ്റി വെച്ച കാര്യം ഉണ്ടാവും. ക്ഷീണം എന്നുള്ള സംഭവം നമ്മൾ പകല് കണ്ട, പക്ഷെ രാത്രി എവിടെ പോയി കിടന്ന് ഉറങ്ങാന്ന് പറയാൻ പറ്റില്ല, അതായത് തലക്കടിച്ച പോലെ കിടക്കും. പക്ഷേ ഈ പകൽ സമയത്ത് റെസ്റ്റ് ഇല്ലാതെ പക്ഷെ നമുക്കിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് മയങ്ങാം, ഉച്ചയ്ക്ക് ഒരു സമയത്ത് ഫ്രീ ആണെങ്കിൽ മയങ്ങാന്നിരിക്കുന്ന സമയത്തും വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കും, വല്ല പൊടിയൊക്കെ എടുത്ത് കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. മനസ്സിലാകുന്നുണ്ട്? അപ്പം തന്നെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ പ്രയറും സംഭവമൊക്കെ കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരുന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യും. ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റിലും കണ്ണടച്ചില്ലെങ്കിൽ നമുക്കറിയാം രാവിലെ മറ്റുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഈ സംഭവം നിൽക്കുന്നത്. അതാണ് പോസിറ്റീവായിട്ടുള്ള. നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുമല്ലോ, നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കും. അതായത് ഞാനിങ്ങനെ അപ്പൊ എനിക്ക് ഉറക്കമത്ത് കാരണം സംസാരിക്കാൻ പറ്റില്ല, ദേഷ്യത്തിൽ അങ്ങനെ ഒന്ന് നോക്കുള്ളൂ. അതായത് മറ്റേ സംഭവം ഉണ്ടല്ല, അത് ഇതിനകത്ത് ഇത് വേറെ സാധനങ്ങൾ, അതായത് അതാണ്. എനിക്ക് ഉറക്കം ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും റെസ്റ്റ് എടുക്കില്ല. നിങ്ങളും ഉറങ്ങണ്ട. അല്ല, ഞാൻ കല്യാണത്തിന് മുമ്പും സിസ്റ്ററും എൻ്റെ ഉമ്മയും ഉറങ്ങും, ഉച്ച കഴിഞ്ഞാൽ കിടന്ന് അവർ രണ്ടുപേരും ഉറങ്ങും. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരും ഇങ്ങനെ തോന്നിക്കൊണ്ട്, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് എന്നെ ഇഷ്ടമല്ല. ഉച്ച കഴിഞ്ഞ എന്നെ കല്യാണം കഴിഞ്ഞപ്പോ അവരങ്ങോട്ട് പോയി, പിന്നെ അടുത്തതുകൊണ്ടല്ലേ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടക്കും. അപ്പൊ എനിക്ക് ഇതിങ്ങനെ കാണുമ്പോ ഭയങ്കര ടെൻഷൻ, ആരും കിടന്നുറങ്ങണ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാനിങ്ങനെ പിള്ളേർ അങ്ങനെ ഓർത്ത് തന്നെ ചെയ്യണല്ല, വേറെ ഭാഗമായി അത് എങ്ങനെയെങ്കിലും അപ്പൊ ചോദിക്കാനുള്ള എമർജൻസി കുറെ കാര്യങ്ങളുണ്ടാവും അല്ലേ? ഇല്ല, ഒരു കാര്യം ഉണ്ടായിട്ടല്ല, മതി ഉറങ്ങണ്ടെന്നുള്ളൊരു ഇതാ. എഴുന്നേറ്റിരി, നമുക്ക് എന്തായാലും മരിക്കുമ്പോ കിടന്ന് ഉറങ്ങാലോ ധാരാളം. ഇപ്പൊ എന്തിനാ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ കുട്ടികളും ഉറക്കം കുറവാ പകല്. പിള്ളേര് 3 പേരും രാത്രി അത് നന്നായിട്ട് പിടിച്ച് കിടത്തി ഉറങ്ങിയാലേ 3 പേരും ഒരു 11-12 മണി വരെയൊക്കെ ചിലപ്പോ ഡാൻസ് ഒക്കെ ചെയ്യണ്ടാവും നിന്ന്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ പകല് അവരെ കിട്ടില്ല, ഉറങ്ങാൻ എന്റെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അച്ഛന്റെ കാര്യം ഗോവിന്ദ്, അമ്മയും മക്കളോട് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ശരി, 3ാമത്തെ ചോദ്യം. നിങ്ങൾ 2 പേരും കൂടി ഏറ്റവും കൂടുതൽ തവണ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം. നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം, വഴക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയം, അതെന്താണ്? മാറ്റർ, സബ്ജക്ട് കുറച്ച് വലുപ്പത്തിൽ എഴുതാമോ? ക്യാമറയിൽ ഇതാവുന്ന വണ്ണം കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി, ബാക്കി നമുക്ക് ബ്രീഫ് ചെയ്യാം. ഉണ്ടാവും, ഏതൊരു റിലേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങടും ഇങ്ങടും പറയുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അയ്യോ, നിങ്ങൾ കറക്റ്റ് ആൻസർ പറഞ്ഞില്ലേ? ഇത് ആപ്പിൾ തരാം. 2ാമത്തെ ആൻസർ കറക്റ്റ് ആയിരുന്നു. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടാട്ടെ ആപ്പിൾ തരാം. കത്തിയണോ? അത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, ടേൺ ചെയ്തോ, നോക്കട്ടെ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് കുട്ടികളുടെ സ്റ്റഡീസിന്റെ കാര്യത്തിൽ. ഒരേ കാര്യം ഗ്രാമർ തെറ്റിച്ച് പറയും. എന്താണ് ഒരേ കാര്യം ഗ്രാമർ തെറ്റിച്ച് പറയുന്നത്? അതായത് ഞാനിപ്പോ ഒരു കാര്യം പറയും, അതിനെനിക്ക് അവൾ ഉദ്ദേശിച്ചുണ്ടാവുക, പക്ഷെ പറയുന്നു. ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞേക്ക, എങ്ങനെയാന്ന് നോക്കട്ടെ. നിങ്ങളുടെ കോൺവെർസേഷൻ പോലെ തന്നെ പറ. അല്ല, ഇപ്പൊ ഇത് തന്നെയാണ് സെയിം കാര്യം. ഞാൻ ഉണ്ടല്ലോ, കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യും. അപ്പോ അതിനെ സപ്പോർട്ട് ചെയ്തായിരിക്കും നവാസ്ക സംസാരിക്കുക. പക്ഷെ നവാസ്കയുടെ രീതി കാണുമ്പോ വിചാരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാതെ വേറെ തരത്തിലാണ് പോണേന്ന്. ആണോ? അല്ല, ഉദാഹരണത്തിന് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വന്ന് പറഞ്ഞു കഴിയുമ്പോ ഞാൻ
ചൂടാവും. ഇപ്പൊ അങ്ങനെ പിള്ളേരുടെ അടുത്ത് പോയിട്ട് അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോ നീ അത് ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ നല്ല മൈൻഡിലാണ് നമ്മൾ പറയണത്. അപ്പൊ ഈ എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് അവർ ഉപദേശിക്കാനാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞേക്കണത്. മനസ്സിലാണ്ട? അതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിലും എന്റെ ടോണിൽ ചിലപ്പോ ഇത് ഗ്രാമർ മാറിയിട്ട് രഹനയ്ക്കിട്ടായിരിക്കും വരുന്നത്. എനിക്ക് വരും. അപ്പൊ ഞാൻ വിചാരിക്കും അത് ശരി അവര് ചെയ്തു വെച്ച കാര്യത്തിന് എനിക്കാണോ കംപ്ലൈന്റ്. പക്ഷെ നവാസ്ക്ക് എന്റെ അടുത്ത് വഴക്ക് പറഞ്ഞിട്ട് പറയുന്ന കാര്യം അവരെ ഇരിക്കും. പക്ഷെ കുട്ടികളൊന്നും പറയില്ല. അപ്പൊ പിള്ളേരും പറയുന്ന കേൾക്കുമ്പോ വിചാരിക്കുക എന്നെ പറഞ്ഞു. അപ്പൊ നവാസ്ക്ക് പോയി കഴിയുമ്പോ കണ്ട സമാധാനമായാലും വല്ല കാര്യമുണ്ടോ എന്ന് പറയും ഇവരെന്റെ അടുത്ത്. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്രയും ചെയ്തു വെച്ച് അത് കഴിഞ്ഞ് ഞാൻ നവാസ്ക്ക് അടുത്ത് എന്നിട്ടൊരു എന്ത് പരിപാടിയെ കാണിച്ചാൽ നവാസ്ക്ക് പറയും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചേ. പക്ഷെ കുട്ടികൾക്കും എനിക്ക് മനസ്സിലായിട്ടില്ല അതൊരു അടവാണോന്നും അറിയാൻ പാടില്ല. നവാസിക്കയുടെ ലാംഗ്വേജ് ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും മുമ്പത്തെ ഇത് ആൻസറും അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. 2-നും 3-നും കൂടി ആയിട്ടാ ഒരു ആപ്പിൾ തരാം. ഓക്കെ ഇപ്പൊ കഴിക്കട്ടെ? ഇപ്പൊ കഴിക്കാം. കഴിച്ചോ? ആപ്പിൾ ഇഷ്ടല്ലേ? ഫ്രൂട്ട് ഇഷ്ടല്ലേ? ഇഷ്ടമാണ്. പക്ഷെ എന്നാ വെച്ച് നമുക്ക് പിന്നെ കഴിക്കാം. ഓക്കെ ഡോക്ടർ എന്നാണ് പറയാ. അതാണ് ഞാനും ചോദിച്ചത്. അതില് സ്റ്റിക്കർ എടുത്ത് പീൽ ചെയ്തപ്പോ വന്നിരിക്കുന്നതാ.